സാക്ഷരതാ പ്രസ്ഥാനത്തിലൂടെ പൊന്നാനിയുടെ പൊതുമണ്ഡലത്തിൽ നിറസാന്നിധ്യമായ എ.വി. കുഞ്ഞുമുഹമ്മദിനെ ആദരിക്കുകയാണ് നാട്. പൊന്നാനിക്കാരനായ കുഞ്ഞുമുഹമ്മദ് 1991 മുതൽ സാക്ഷരതാ പ്രവർത്തനങ്ങളുമായ കർമ്മനിരതനായി രംഗത്തുണ്ടായിരുന്നു. പ്രായാധിക്യത്തിലും തൻ്റെ പൂർവ്വകാല ഓർമ്മകൾ മായാതെ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട് അദ്ദേഹം. ഒരു ടീച്ചറും എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായിട്ടും മറ്റുള്ളതായിട്ടും അവർക്കൊന്ന് ക്ലാസ് എടുക്കണം. പല സ്ഥലങ്ങളിലും എ.വി. കുഞ്ഞുമുഹമ്മദിനെ അറിയാത്തവരുണ്ടാകില്ല. ഒരു കാലത്ത് സാക്ഷരതാ പ്രസ്ഥാനത്തിലൂടെ പൊന്നാനിയുടെ പൊതുമണ്ഡലത്തിൽ നിറസാന്നിധ്യമായിരുന്നു അദ്ദേഹം. വാർദ്ധക്യത്തിലും തൻ്റെ പൂർവ്വകാല ഓർമ്മകളെ മറക്കാതെ സൂക്ഷിക്കുകയാണ് അദ്ദേഹം. ബീഡിത്തൊഴിലാളിയായി ഉപജീവനം നടത്തിയിരുന്ന കുഞ്ഞുമുഹമ്മദ് 1991 മുതൽ സാക്ഷരതാ പ്രവർത്തനങ്ങളിൽ നിറയുകയായിരുന്നു. 14-ാം വാർഡിലെ പ്രവർത്തനങ്ങളിലാണ് തുടക്കത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. പിന്നീട് നഗരസഭയുടെ മുഴുവൻ സമയങ്ങളിലും സജീവ സാന്നിധ്യമാവുകയായിരുന്നു. സാക്ഷരതയുടെ 2ാം ഘട്ട പ്രവർത്തനങ്ങളിൽ റിസോഴ്സ് പേഴ്സണായി. താഴേക്കിടയിൽ നടക്കുന്ന മുഴുവൻ പ്രവർത്തനങ്ങളും ഏറ്റെടുക്കുന്നതിൽ കുഞ്ഞുമുഹമ്മദ് കാണിച്ച താൽപര്യം അന്നത്തെ നഗരസഭാ ഭരണസമിതിയുടെ പ്രിയപ്പെട്ടവനാക്കി. പരിപാടിയൊന്നും എനിക്കറിയില്ലായിരുന്നു. പിന്നെ പി.കെ. നിക്ബർ സാറുണ്ട്, അങ്ങനെ തന്നെ വിളിച്ചത് നാളെ സാക്ഷരത സർവേ തുടങ്ങാണ്. നിങ്ങളുടെ അവിടുത്തെ ആ ബാലവാടിൻ്റെ ഉള്ളിലാണ്, അവിടെയാണ് പതാക ഉയർത്തുന്നത്. അപ്പോൾ ഒന്ന് രാവിലെ അവിടെ വരണം. അവരാന്ന് പറഞ്ഞു. സർവേ കേൾപ്പിച്ച ആള് അന്ന് അതിന് വന്നില്ല. അവസാനം അത് നമ്മുടെ കയ്യിലായി. പിന്നെ ഞാൻ തന്നെയായി. അങ്ങനെ വന്ന് ഇതിൽ പെട്ടതാണ്. ഇതിൽ പെട്ട് നോക്കുമ്പോഴോ പിന്നെ കംപ്ലീറ്റ് അതിൻ്റേതായിട്ടുള്ള എല്ലാ ഇതും പൊന്നാനിയിൽ ഏറ്റവും കൂടുതൽ ക്ലാസ് നടത്തിയതിന് അന്നത്തെ മുനിസിപ്പൽ ചെയർമാനായിരുന്ന സി ഹരിദാസാണ് എനിക്കൊരു ട്രോഫി ഇവിടെ വെച്ച് ആനപ്പടി സ്കൂളിൽ വെച്ച് തന്നത്. ജനകീയാസൂത്രണ കാലത്തും കുഞ്ഞുമുഹമ്മദ് ഫീൽഡിൽ നിറഞ്ഞു നിന്നു. വാർഡ് തലത്തിലുള്ള പ്രവർത്തനങ്ങളുടെ മുഖ്യ സംഘാടകനായിരുന്നു. ഏഷ്യയിലെ ആദ്യത്തെ പേവിമുക്ത നഗരമായി പൊന്നാനിയെ തിരഞ്ഞെടുത്ത ഓപ്പറേഷൻ സീറോ റാബീസ് പദ്ധതിയുടെ ഭാഗമായി പ്രവർത്തിച്ചു. സ്ത്രീകൾക്കിടയിൽ നടപ്പാക്കാൻ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച മൈക്രോ ഫിനാൻസ് പദ്ധതിയുടെ സംസ്ഥാനതല പരിശീലകനായി ഉണ്ടായിരുന്നു. ക്ലാസ്സുകൾ നടത്തി ഒരു വാർഡിൽ ഇത്രയധികം ക്ലാസ്സുകൾ നടത്തിയ ഒരാൾ വേറെ ഇല്ല. അപ്പോൾ അതിനൊരു കേന്ദ്ര ഈ സ്റ്റേറ്റ് കമ്മിറ്റി രണ്ടാളെ നിശ്ചയിച്ചു. അവർ രാത്രികളിലൊക്കെ ഈ വീടുകളിലൊക്കെ ഏതൊക്കെ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞു കൊടുത്ത് അവരവിടെ പോയി ചെന്നാൽ ആളുകളവിടെ അടുത്ത വീട്ടിൻ്റെയിട്ട് അല്ലെങ്കിൽ വേറെ വല്ലതൊക്കെ വെച്ചിട്ട് കുറേ സ്ത്രീകളെ കൊണ്ടുവന്നിട്ട് ഈ ക്ലാസ് കണ്ടക്ട് ചെയ്യും. 1998 മുതൽ സന്നദ്ധ സംഘടനയായ കർമ്മയോടൊപ്പമാണ്. സംഘടനയുടെ പ്രസിഡന്റും സെക്രട്ടറിയുമായി പ്രവർത്തിച്ചു. പൊന്നാനിയുടെ വികസനവുമായി ബന്ധപ്പെട്ട് കർമ്മ നടത്തുന്ന വിവിധ പരിപാടികളുടെ മുഖ്യ സൂത്രധാരനും കുഞ്ഞുമുഹമ്മദായിരുന്നു. പൊന്നാനിയുടെ വിവിധ ആവശ്യങ്ങൾക്കായുള്ള സർവേകൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തെയാണ് പൊന്നാനി ആദരിക്കുന്നത്. NCV ന്യൂസ്, പൊന്നാനി. 1000 വിവാഹങ്ങൾക്ക് ഒരേ ഒരു ബ്യൂട്ടി സിൽക്സ്, എടപ്പാൾ, ചാവക്കാട്, തൃപ്രയാർ, പുത്തനത്താണി, പെരിന്തൽമണ്ണ.